ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടുന്നുണ്ട്. ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. ഹസീബ് ഹനീഫ് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവിനെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാം? നമ്മുടെ നടി ഉഷാ ഹസീനയുടെ സഹോദരനാണ് ഹസീബ്. ഇദ്ദേഹം അവസാനം എടുത്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജയറാമിന്റെ മകൻ നായകനായിട്ട് എത്തിയ ഹാപ്പി സർദാർ എന്ന സിനിമയാണ്. അതിന് ജയറാം ഈ പറയുന്ന പ്രൊഡ്യൂസറായിട്ടുള്ള ഹസീബ് ഹനീഫിനെ വിളിച്ചിട്ട് മകനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നും ആ സിനിമയിൽ എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്ന് ഉറപ്പിന്മേൽ മറ്റൊരാൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ ഇദ്ദേഹം ഏറ്റെടുക്കുകയും എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. എന്തുകൊണ്ടാ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. ഹസീബ് ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കാം. ഒന്ന് പട്ടി പോയിടാ, പൊറുക്കാൻ പറ്റെങ്കിലും ഒന്ന് പൊറുക്ക്. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എനിക്കിത് കിട്ടണം. അവരെ ഒന്നും വിശ്വസിക്കരുത്. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്. എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്.